ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അന്നാസ് രുചിക്കൂട്ട്. ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞൊരു ട്രാവൽ വ്ളോഗാണ്. ഞാനും എൻ്റെ 2 ഫ്രണ്ട്സും കൂടെയുള്ള ഒരു ട്രാവൽ ട്രിപ്പാണ്. നമ്മുടെ എറണാകുളത്ത് തന്നെ നമുക്ക് എളുപ്പം പോയിട്ട് രാവിലെ പോയിട്ട് ഒരു 1 ഡേ ട്രിപ്പ് പോകാൻ പറ്റുന്നൊരു സ്ഥലത്തേക്കാണ് പാണിയേലിപ്പൂര്. ഈ വീഡിയോയുടെ ഒരു സ്പെഷ്യാലിറ്റി, ഈ ട്രിപ്പിൻ്റെ സ്പെഷ്യാലിറ്റി തന്നെ ഞങ്ങൾ ലേഡീസ് ഒൺലി ട്രിപ്പാണ്. അപ്പം നമ്മൾ വൈറ്റിലയിൽ നിന്ന് രാവിലെ ഒരു 7 മണിക്കാണ് കേട്ടോ നമ്മൾ വണ്ടി സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ വൈറ്റിലയിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ നമ്മൾ പോകുന്ന റൂട്ടും പോകുമ്പോഴുള്ള കാഴ്ചകളും വിശേഷങ്ങളും അവിടെ ചെന്നിട്ടുള്ള വിശേഷങ്ങളൊക്കെയാണ്. അപ്പോൾ നമ്മൾ പോകുന്ന സ്പോട്ട് പാണിയേലിപ്പൂര് നമ്മുടെ പെരുമ്പാവൂരിനടുത്ത് വരുന്നതാണ്. എറണാകുളത്തുള്ള ആൾക്കാർക്കെല്ലാം 1 ഡേ പോകാൻ പറ്റുന്നൊരു സ്ഥലമാണ്. അപ്പോൾ ഇതുവരെ ഞാൻ പോകാത്തൊരിടമാണ്. അപ്പോൾ തൊട്ടടുത്ത് കിടന്നിട്ടും പോയിട്ടില്ല. അപ്പോൾ എന്തായാലും അവിടെ പോകാം എന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മൾ ആലുവ റൂട്ടാണ് കേട്ടോ നമ്മൾ പോകുന്നത്. ആലുവ റൂട്ട് നമ്മുടെ എയർപോർട്ട് വഴിയാണ് പോകുന്നത്. അപ്പോൾ പോകുന്ന വഴിയും ആ റൂട്ടും ഒക്കെ ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം. ഫ്രണ്ട്സ്, നമ്മുടെ എയർപോർട്ട് എത്താറായിട്ടത് ഈ സൈഡിലൊക്കെ കാണുന്നത് നമ്മുടെ സോളാറിൻ്റെ ഇതാണ്. നമ്മുടെ എയർപോർട്ടിലേക്ക് വേണ്ട കറണ്ടിൻ്റെ ഉൽപ്പാദനത്തിന് വേണ്ടിയുള്ളതാണ്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്, നമ്മുടെ വേൾഡിൽ തന്നെ ആദ്യത്തെ എയർപോർട്ടാണ് സോളാർ ഉപയോഗിച്ചിട്ട് ഫങ്ഷൻ ചെയ്യുന്ന. അപ്പോൾ അതിൻ്റെ നെയിം ബോർഡും എല്ലാം കാണാം. നമ്മുടെ റൈറ്റ് സൈഡിലായിട്ടാണ് എയർപോർട്ട് വരുന്നത്. അതിൻ്റെ എൻട്രി ആണ് ഈ കാണുന്നത്. അപ്പോൾ ഇത് കഴിഞ്ഞ എയർപോർട്ടിൻ്റെ മെയിൻ എൻട്രൻസിൻ്റെ അവിടെ നിന്ന് ലെഫ്റ്റ് കട്ട് ചെയ്തിട്ട് റൈറ്റ് തിരിഞ്ഞ് വേണം നമ്മൾ പെരുമ്പാവൂർ റൂട്ട് പോകേണ്ടത്. ഇതാണ് നമ്മളുടെ റൂട്ട്, നമ്മൾ പോകുന്ന റൂട്ട്. നമ്മൾ പോകുന്നത് ഒരു സൺഡേ ആയതുകൊണ്ട് തന്നെ തിരക്കുകൾ കുറവാണ്. സൺഡേ ആകുമ്പോൾ നമുക്ക് എപ്പോഴും ആദ്യം രാവിലെ പോകാൻ നോക്കുക, കാരണം അവിടെ തിരക്ക് കുറവായിരിക്കും. ഒരു ഉച്ചയാകുമ്പോഴത്തേക്കും തിരക്കാവും. അപ്പം നമുക്ക് അത്രത്തോളം എൻജോയ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല. എപ്പോഴും രാവിലെ പോകുന്നതായിരിക്കും. എത്രയും നേരത്തെ നമുക്ക് എത്താൻ പറ്റുമോ അത്രയും നേരത്തെ എത്തുക, കാരണം അവിടെ 8 മണിക്കാണ് നമ്മുടെ അവിടെ ഓപ്പൺ ചെയ്യണത്. അപ്പോൾ ഇത് കോടനാട് റൂട്ടാട്ടോ. കോടനാട് എത്തി. ഗൈസ്, ഞങ്ങൾ പോണ വഴിക്ക് കോടനാട് എത്തി. ഞങ്ങൾ ഇനി നമുക്കൊരു 20 മിനിറ്റ് ട്രാവലുള്ളൂ. അപ്പോൾ ഞങ്ങൾ ചായക്കട, കടകളൊന്നുമില്ല. അവസാനം ഒരു ചായക്കട കിട്ടി. ചേട്ടൻ്റെ കടയിൽ കയറി ഞങ്ങളവിടെ എന്താ കഴിക്കാനുള്ളത് നോക്കട്ടെ. രാവിലെ ഒന്നും കഴിക്കാതെ 7 മണിക്ക് നമ്മൾ ഇറങ്ങിയതാണ്. ഒന്നും കഴിച്ചിട്ടില്ലായിരുന്നു, ചായ കുടിച്ചിട്ടില്ല. അപ്പം ഞങ്ങൾക്ക് ചായ കുടിക്കാം. ഫ്രണ്ട്സ്, ഞങ്ങൾ ഇടിയപ്പം എടുത്ത്. ഇവിടെ പൊറോട്ട ഉണ്ട്, അപ്പമുണ്ട്, പിന്നെന്താ പറഞ്ഞത്, ഇടിയപ്പം. അപ്പോൾ ഞങ്ങൾ ഇടിയപ്പം വാങ്ങിച്ചു. 3 കറി, മുട്ടക്കറി, ഒരു പയറുകറി, ഒരു കടലക്കറി. ഇവിടെ ഫുൾ വെജാണ് ഗൈസ്. ഇവിടെ ഫുൾ വെജാണ്, പ്യുവർ വെജാണ്. ഇതുകൊണ്ട് പെയിന്റ് അടിച്ച പോലെ ഇല്ലേ ഇവിടെ എടുക്കാം. മുട്ടക്കറി, പയറുകറി, കടലക്കറി ഇതും കൂട്ടിയാണ് ഞങ്ങൾ ഇന്നത്തെ ഫുഡ്. ടേസ്റ്റ് അങ്ങോട്ട് നോക്കിയിട്ട് പറയാട്ടെ. ഞാൻ മറന്നുപോയി. ഞാൻ വീട്ടിലേക്ക് ഫോൺ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ആ സമയത്താണ് വന്നത്. നീ എല്ലാ കറിയും കൂടെ മിക്സ് ചെയ്താ ഇനി കഴിച്ചിട്ട് കാണാം. താങ്ക് യു ചേട്ടാ. വണ്ടിയുടെ താക്കോലോടെ പറയണം. ഓക്കെ, നീ വണ്ടി സ്റ്റാർട്ട് ചെയ്തോ. റൈറ്റ് കേട്ടോ. ഓക്കെ ഗൈസ്, അപ്പം ഞങ്ങൾ ഫുഡ് കഴിച്ചു. നേരെ ഇനി നമ്മൾ പാണിയേലിപ്പൂരിലേക്ക് പോവാം. ഓക്കെ കേട്ടോ.
റോഡെല്ലാം ഭയങ്കര മോശമാണ് കേട്ടോ, കുറേയൊക്കെ മോശമാണ്. കുറച്ച് ഭാഗം മാത്രം നല്ല റോഡ് വരും, പിന്നെയും റോഡ് അങ്ങനെ കൂടി. ഫ്രണ്ട്സ്, ഈ കാണുന്നതൊക്കെ ഒരു ഫോറസ്റ്റ് ഏരിയയാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ സൈഡിലെല്ലാം അവർ മറ്റേ കറണ്ട് ഇതില്ലേ, അത് വയറ് കെട്ടിയിട്ടുണ്ട്. ഇത് നമ്മൾ നമ്മുടെ സ്പോട്ടിലേക്ക് എത്തി. അപ്പോൾ ഇവിടെയൊക്കെ നമ്മൾ വലിയ വണ്ടികളൊക്കെ പാർക്ക് ചെയ്യണത് ഈ ഏരിയയിലാണ്. അവിടെ നിന്നാണ് ഈ ഒരു ഏരിയ ഉണ്ട്. ഈ ഏരിയ എന്ന് പറഞ്ഞാൽ സൂപ്പറാണ്. അതിൻ്റെ ഉള്ളിൽ കൂടെ വണ്ടി ഓടിച്ച് പോകുമ്പോൾ ഒരു പ്രത്യേക ഫീലാണ്. അപ്പോൾ നമ്മളുടെ പാണിയേലിപ്പോരി എത്തിക്കഴിഞ്ഞിരിക്കുന്നു ഗൈസ്. അപ്പോൾ അവിടെ ചെന്നിട്ട് ഇനി അവിടുത്തെ കാഴ്ചകളാണ് നിങ്ങളിലേക്ക് ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത്. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ദേ പാണിയേലിപ്പോര് എത്തിക്കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ ദേ അതിൻ്റെ ആർച്ചിൻ്റെ സൈഡിൽ തന്നെ റൈറ്റ് സൈഡിലായിട്ടാണ് ടൂ വീലറൊക്കെ പാർക്ക് ചെയ്യണം. പാർക്കിങ്ങിന് ഈ മരത്തിൻ്റെയൊക്കെ ഗ്യാപ്പിൽ തന്നെയാണ് നമ്മൾ പാർക്ക് ചെയ്യേണ്ടത്. വേറെ പ്രത്യേകമായിട്ട് അങ്ങനെയില്ല, ഇവിടെയൊക്കെ തന്നെ നമുക്ക് പാർക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഞങ്ങളൊന്ന് പാർക്ക് ചെയ്ത് വണ്ടിയൊക്കെ ഒന്ന് സെറ്റ് ചെയ്യട്ടെ. ജീപ്പേ ഉള്ളൂ, വണ്ടി നമ്പർ കാണാതറിയില്ല. അയ്യോ, രണ്ടുപേരുടെയും വണ്ടിയുടെ എടുത്തോ വണ്ടി നമ്പർ? ആ, എടുത്തു. എനിക്ക് എന്റെ അറിയില്ല. ഇവിടെ സിഗ്നൽ ഇല്ല. 4 മണിയാകുമ്പോ ഇറങ്ങണം. ഇവിടുന്ന് ഇറക്കും അല്ലേ? ആ, 4:45. ഇപ്പൊ സേഫ് അല്ലേ ഏട്ടാ? കുഴപ്പമൊന്നുമില്ലല്ലോ? വെള്ളമൊക്കെ ഉണ്ടോ? ഫ്രണ്ട്സ്, ഇവിടെ ഇൻസ്ട്രക്ഷനും കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട്. ഇവിടെ സെക്യൂരിറ്റി ഗാർഡ്സ് ഒക്കെ ആവശ്യത്തിനുണ്ട് കേട്ടോ. ഔട്ട്സൈഡ് ഫുഡ് പെർമിറ്റ് അല്ല. നീ എന്റെ ബാക്കിൽ വെച്ചോ. ഇവിടെ കുറച്ച് ഇൻസ്ട്രക്ഷൻ ഒക്കെ എഴുതിയിട്ടുണ്ട്. എന്തൊക്കെ ചെയ്യാം, എന്തൊക്കെ ചെയ്യാൻ പാടില്ല എന്നുള്ള കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട്. ഫീസ് 50 രൂപ. കുട്ടികൾക്ക് 10 രൂപ. 12 വയസ്സിനുള്ളിലാണെങ്കിൽ 5 തുടങ്ങി 10. പിന്നെ ഫോറിനേഴ്സിന് 200. അങ്ങനെ സ്റ്റിൽ ക്യാമറ, വെഡ്ഡിങ് ഫോട്ടോഗ്രാഫി, അതിനൊക്കെ പ്രത്യേക റേറ്റ് ഉണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് ഗൈസ്, ഷാരിദേ നമ്മുടെ വണ്ടിയുടെ നമ്പറൊക്കെ. അപ്പോൾ വണ്ടിയുടെ നമ്പർ ഇവിടെ എഴുതി കൊടുക്കണം കേട്ടോ. അപ്പോൾ പാർക്ക് ചെയ്യുമ്പോൾ വണ്ടിയുടെ നമ്പർ കാണാതെ അറിയാത്തവരാണെങ്കിൽ അതൊന്ന് നോട്ട് ചെയ്തിട്ടുണ്ട്. അല്ലെങ്കിൽ രണ്ടാമത് പോയിട്ട് നമ്പർ നോട്ട് ചെയ്യേണ്ടി വരും. അപ്പോൾ ഇവിടെ നമ്മുടെ നമ്പർ എഴുതി ഡീറ്റെയിൽസ് എഴുതി കൊടുത്തിട്ട് വേണം നമുക്ക് ഇങ്ങോട്ട് കയറാൻ. ഫ്രണ്ട്സ്, നമ്മളിങ്ങനെ ചെക്ക് ചെയ്യുമ്പോൾ ഇതുപോലത്തെ പ്ലാസ്റ്റിക് കുപ്പിയൊക്കെ നമ്മൾ വെള്ളം കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ അതെന്ത് ചെയ്യണമെന്നാണ്, ഈ ടിക്കറ്റ് കൗണ്ടറിൻ്റെ ഇപ്പുറത്തെ സൈഡ് കണ്ട, ഇവിടെ ചെന്നിട്ട് ഈ കുപ്പി നമ്മൾ കൊടുക്കണം. കൊടുക്കുമ്പോൾ ആ ചേച്ചി ഒരു സ്റ്റിക്കർ ഒട്ടിച്ചിരും. അപ്പം നമ്മളവിടെ ഒരു 10 രൂപ കൊടുക്കണം. എന്നിട്ട് നമ്മൾ തിരിച്ച് റിട്ടേൺ വരുമ്പോൾ സ്റ്റിക്കർ എടുക്കുമ്പോൾ 10 രൂപ തിരിച്ചു തരും. അങ്ങനെയല്ലേ പറഞ്ഞ? ഇതെങ്ങനെയാ വെച്ചാൽ സ്റ്റിക്കർ ഇത് എന്തൊക്കെ സാധനം ഇങ്ങനെയാ ചെയ്യേണ്ടത്? ഇങ്ങനത്തെ ബോട്ടിലുകൾ അല്ലേ? നോർമൽ ബോട്ടിൽ. ആ, വലിച്ചെറിയ. ആ, ഓക്കെ 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 ഓക്കെ. ഇതുപോലത്തെ പാസ് അല്ലേ? ഓക്കെ. എപ്പോഴും ട്രിപ്പ് പോകുമ്പോ ഇതേപോലത്തെ ബാഗ് വേണം. നിന്നെ എന്തിനാ ഞങ്ങൾ കൊണ്ടുവന്നത്? ഷെയർ എടുക്കണോ? പ്ലാസ്റ്റിക് അതെ, പൊട്ടിയാ? അതെന്റെ കവറല്ലേ, നിന്റെ കവർ കൊണ്ടുവന്ന കവറ് പൊട്ടി. എന്തായാലും നിങ്ങളാ നോക്കിയേ. ഫ്രണ്ട്സ്, ഇതുപോലെ നമുക്ക് കുറച്ചുകൂടെ. എത്ര ദൂരം നടക്കണോടാ? ഒന്ന് കൊടുക്കാം ചേട്ടൻ സൈഡ്. കുറച്ച് നടക്കാനുണ്ടാ? ഓക്കെ, അപ്പൊ നമുക്ക് കുറച്ച് നടക്കാം. വേങ്ങൂർ ഗ്രാമപഞ്ചായത്തിലാണ് പാണിയേലിപ്പോര് സ്ഥിതി ചെയ്യുന്നത്. എന്താ ഇതിന്ന് കണ്ടുപിടിച്ചത്? അല്ലല്ലോ അല്ലല്ലോ.
ഫ്രണ്ട്സ്, വണ്ടി പാർക്ക് ചെയ്തിരുന്ന അവിടെ നിന്ന് നമുക്ക് കുറച്ച് നടക്കാനുണ്ട് കേട്ടോ അങ്ങോട്ട്. അപ്പോൾ നമ്മൾ വെള്ളത്തിലിറങ്ങാനുള്ള ഡ്രസ്സൊക്കെ ആയിട്ടാണ് നമ്മൾ വന്നത്. അപ്പോൾ ഇതേ പോകുന്ന വഴിക്ക് ഇതുപോലെ ഊഞ്ഞാലകളൊക്കെ കിട്ടിയേക്കുന്ന കാണാം. അവിടെയൊക്കെ നമുക്ക് കയറി ഊഞ്ഞാലാടാം. അങ്ങനെയുള്ള കുറേ സൗകര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ രസമാണ്. നമുക്ക് കുട്ടികളായിട്ട് വരുമ്പോഴും നമ്മൾ മുതിർന്നവർക്കാണെങ്കിലും ഊഞ്ഞാലൊക്കെ കാണുമ്പോൾ ഒന്ന് ഇരിക്കാനൊക്കെ കൊണ്ടാ. അതിൻ്റെ അകത്തോട്ടൊക്കെ 2-3 ഊഞ്ഞാല വിധം ഉണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് കുറച്ച് നേരം അതിലൊക്കെ ഒന്ന് കയറി ഒന്ന് കുറച്ച് നേരം ആടിയിട്ടൊക്കെ പോവാം. ഞാൻ ചവിട്ടി നിങ്ങളെ താഴെ ഇടും. അതെ, അങ്ങോട്ട് ആളുണ്ടേ. ഇപ്പൊ തിരക്കായി പോയി തുടങ്ങിയാ എന്റെ ചാർജർ പറയും. ഫ്രണ്ട്സ്, ഇവിടെ ടോയ്ലറ്റ് ഉണ്ട്, പിന്നെ അതുപോലെ തന്നെ ചേഞ്ചിങ് റൂം ഉണ്ട്. നമുക്ക് വെള്ളത്തിൽ കുളിക്കാനൊക്കെ ഇറങ്ങുമ്പോൾ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്യാനും ഒക്കെ ഉള്ള സൗകര്യങ്ങളുണ്ട്. അപ്പം ഇവിടെ നിന്ന് പക്ഷെ കുറച്ചും കൂടെ നടക്കണം കേട്ടോ നമുക്ക് ഇറങ്ങണത്, എന്നാലേ പറ്റുള്ളൂ. കുറച്ചും കൂടി ഇത് അങ്ങോട്ട് നീങ്ങിയിരുന്നെങ്കിൽ സൗകര്യമായിരുന്നു. ഇതിപ്പോൾ നമ്മൾ തിരിച്ചിവിടെ വന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ട് വന്ന് ഡ്രസ്സ് ചേഞ്ച് ചെയ്ത് പോയിട്ട് വെള്ളത്തിലൊക്കെ ഇറങ്ങാമെന്ന് വിചാരിച്ചു. വൈൽഡ് എലിഫന്റ്. അവൾ ആനനെ കണ്ട പോലെയാണല്ലോ റിയാക്ഷൻ. അല്ല, ഈ കണക്കിന് ആനനെ കണ്ടാലെന്താ ഇവള്? ഇതൊക്കെ കറണ്ട് വയറല്ലേ ആദ്യത്തെ. ഫ്രണ്ട്സ്, ഇത് എപ്പോഴും ശ്രദ്ധിക്കുക, മാലിന്യം കൈകാര്യം ചെയ്യാൻ 1 വർഷം വരെ തടവ്, 9,000 രൂപ പിഴയും നമുക്കുണ്ട് ഇവിടെ. പ്ലാസ്റ്റിക്സ് ഒന്നും ഇവിടെ കൊണ്ട് നമ്മ ഇടരുത്. നല്ല രസമല്ലേ ഈ റൂട്ടൊക്കെ? സൈഡിലുണ്ടോ ഇത്? പെരിയാറല്ലേ? പെരിയാർ നദി കണ്ടോ? ഇങ്ങോട്ടൊന്നും പക്ഷെ നമുക്ക് ഇറങ്ങാനുള്ള പെർമിഷൻ ഇല്ല. അങ്ങോട്ടൊക്കെ ഇറങ്ങി നമ്മൾ ചിലപ്പോൾ ചത്തു. ഫ്രണ്ട്സ്, ഞാൻ ചാകാൻ പോണില്ലേ? ഫ്രണ്ട്സ്, ഹാനിൽപോരിന്റെ ഒരു സൈഡ് നമുക്ക് ഇങ്ങനെ ഒരു സൈഡ് വെള്ളമൊക്കെ കാണാം. പെരിയാർ നദി ഒഴുകുന്നത് നമുക്ക് കാണാൻ പറ്റും. കണ്ടാ, നല്ല രസമുണ്ടല്ലേ? അവിടെ പോയി നിൽക്കാൻ പറ്റുമോ? എനിക്കൊരു ഇവിടം വരെ നിൽക്കാൻ പാടുള്ളൂ. ആനപ്പിണ്ടം. ഇത് ആനപ്പൂ പോലത്തെ കാണിക്കുന്നുണ്ട്. നമ്മെല്ലാം കാണിക്കണം. ഫ്രണ്ട്സ്, ഇവിടെ ഇവരിങ്ങനെ കെട്ടിയിട്ടുണ്ട് കണ്ടോ. ഇതിൻ്റെ അപ്പുറത്തോട്ട് നമുക്ക് പോകാനുള്ള അനുവാദമില്ല. അപ്പോൾ കുറച്ചൊക്കെ ഞങ്ങളുടെ റെസ്ട്രിക്ഷൻ വെക്കുന്നത് നല്ലതാണ് സേഫ്റ്റിക്ക്. കാരണം ഇത് നോക്കാത്ത ആൾക്കാരുണ്ടെങ്കിൽ അവർ ആ ഒരു ഇത് കടന്നു പോകില്ലല്ലോ. അപ്പം നമുക്ക് പ്രശ്നങ്ങൾ ഉണ്ടാവില്ല, അപകടങ്ങൾ ഒഴിവാക്കാൻ നല്ലതാണ് ഇതുപോലത്തെ റെസ്ട്രിക്ഷൻസ് കുറച്ചുണ്ടെങ്കിൽ. ഇവിടേക്ക് ഇരുന്ന് നമുക്ക് ഇങ്ങനെ ഇതൊക്കെ നദിയൊക്കെ കണ്ട് ആസ്വദിക്കാൻ, വെള്ളമൊക്കെ കണ്ട് നല്ല രസമാണ്, നല്ലൊരു വൈബായിരിക്കും. പിന്നെ പക്ഷെ ഇത് കയറാൻ പാടില്ലാന്ന് തോന്നടാ. ഇതെന്തോ പണിതുകൊണ്ടിരിക്കാന്ന് തോന്നുന്നുണ്ട്. ഫ്രണ്ട്സ്, ഇവിടെ ട്രീ ഹൗസ് പോലെ ഒരെണ്ണം. എനിക്ക് തോന്നുന്നത് ഓൾറെഡി ഉണ്ടായിരുന്നതൊന്നും കൂടി ഇപ്പൊ എനിക്കൊന്ന് അഴിച്ച് പണിയാണെന്ന് തോന്നുന്നു. പണി നടക്കുന്നുള്ളൂ കണ്ടോ. ഫ്രണ്ട്സ്, ഈ ഭാഗങ്ങളിലൊക്കെ രാത്രി ആന ഇറങ്ങുന്ന സ്ഥലമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഇവിടെ റെസ്ട്രിക്ഷൻ ആയിട്ട് ഒരു ടൈം എല്ലാം അവർ കീപ്പ് ചെയ്യുന്നത്. അപ്പം ഇവിടെ ഒരുപാട് സെക്യൂരിറ്റീസ് ഉണ്ട് കേട്ടോ. ഓരോ ഭാഗങ്ങളായിട്ട് നമുക്ക് അവരെ കാണാൻ പറ്റും. അവർ പറയുന്ന ഇൻസ്ട്രക്ഷനൊക്കെ കേട്ട് വേണം നമ്മൾ നിൽക്കാൻ. അത് നമ്മുടെ ഒരു സേഫ്റ്റിക്കും കൂടിയാണ് അവരത് പറയുന്നത്. We just want to enjoy this view. Okay. It's a beautiful place. ഇഷ്ടമായി നമുക്ക്. നീ ഇങ്ങനത്തെ സ്ഥലത്ത് വന്നിട്ടില്ലല്ലോ? ഫ്രണ്ട്സ്, നമുക്ക് ഇവിടെ നിന്ന് ഒരുപാട് ഫോട്ടോസൊക്കെ എടുക്കാം കേട്ടോ. അതെ, അപ്പോൾ ഞങ്ങൾ കുറച്ച് ഫോട്ടോസൊക്കെ ഇവിടെ എടുക്കലാണ്. ഇതൊരു പാറയാണ് കണ്ട, പാറക്കെട്ടിൻ്റെ അവിടെ നിന്ന്. ഈ പാറക്കെട്ടിൻ്റെ സൈഡിൽ കൂടിയാണ് നമ്മൾ അവിടെ നിന്ന് വന്നിട്ട് ഈ സൈഡിൽ കൂടെ താഴെ കൂടെയാണ് നമുക്ക് പോകേണ്ടത്.
She's sealed. അല്ല സ്പീഡിനാണ് വേണ്ടത്. ആ ചേച്ചിമാരെ അടിച്ച് നല്ല വൃത്തിക്ക് ഇടുന്നുണ്ട് അല്ലേ, അതുകൊണ്ട് കുഴപ്പമില്ല. പാറയുടെ അടുത്ത പാറയുടെ ചെറിയൊരു പാറയുടെ മേലിൽ കൂടെ കയറി നമ്മൾ ഇറങ്ങി പോകണം. ഇതുപോലെ ഒരു ചെറിയൊരു നാരോ ആയിട്ടുള്ളൊരു വഴിയുണ്ട്. നൈസ് വില്ലിരട്ട. എത്രയാ ഫ്രണ്ട്സ്? ഇവിടം തുടങ്ങി നമുക്ക് ഇറങ്ങാവുന്ന പ്രദേശമാണ് കേട്ടോ. ഇവിടം തുടങ്ങി നമുക്ക് വെള്ളത്തിൽ ഇറങ്ങാൻ പറ്റും. കാരണം അവർ കുറച്ച് സ്ഥലങ്ങൾ പറയുന്നുണ്ട്, ആ സ്ഥലത്ത് മാത്രമേ നമ്മൾ വെള്ളത്തിൽ ഇറങ്ങാൻ പാടുള്ളൂ. അതാണ് നമുക്ക് എപ്പോഴും സേഫ്റ്റി. എന്തായാലും രാവിലെ വന്നോണ്ട് അതിന് തിരക്കില്ല കേട്ടോ നമുക്ക്. പോവാൻ പറ്റില്ല, അപ്പുറത്തോട്ട് പോവാൻ പറ്റില്ല. അപ്പുറത്താന്ന് തോന്നുന്നു. ആ അവിടെ അല്ലേ? ഞങ്ങളാ എറണാകുളം വൈറ്റ. വലിയ ഞാൻ സൂം ചെയ്ത് ചെറുതായിട്ട് കാണിക്കാം. ആ കാണാനാണ് പോര് കണ്ടോ, അവിടെയാണ് പോര്. പക്ഷെ നമുക്ക് ഇപ്പം അങ്ങോട്ട് പോകാൻ പറ്റത്തില്ല, കാരണം സീസൺ അല്ല, വെള്ളം മഴയൊക്കെ ഉള്ളതുകൊണ്ട് വെള്ളം ഇങ്ങനെ ഉണ്ടോ നല്ല ശക്തിയായിട്ട് തന്നെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ അവർ അങ്ങോട്ട് കടത്തി വിടില്ല. ഇതാണിപ്പോൾ ഒരു എൻഡിങ് പോയിന്റ് ആയിട്ട് അവർ നിർത്തിയിരിക്കുന്നത്. അവിടെ സെക്യൂരിറ്റി ചേട്ടന്മാരൊക്കെ നിൽക്കുന്നുണ്ട്. അവിടെ ഒരു പാലമുണ്ട്, ഇതുണ്ട് മരപ്പാലം പോലെ ഇങ്ങനെ പണിതിട്ടുണ്ട്. അങ്ങോട്ടൊക്കെ അവർ കയറുകൊണ്ട് കെട്ടിയേക്കുന്നതാണ്, അങ്ങോട്ട് പോകാൻ പാടില്ല. അതുപോലെ ഇവിടെയും ഉണ്ടായിരുന്നെന്ന് പറഞ്ഞു. അതൊക്കെ എനിക്കൊന്ന് മഴ വന്നപ്പോൾ എന്തോ അത് പൊളിഞ്ഞൊക്കെ പോയി തോന്നുന്നു, ഒഴുകി പോയിട്ടുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങോട്ട് വിടുന്നില്ല. നമുക്ക് കാണുന്ന പോലെയല്ല, വെള്ളത്തിന് നല്ല ഒഴുക്കുണ്ട്, ശക്തിയുണ്ട്. അതുകൊണ്ടായിരിക്കും അവർ അങ്ങോട്ട് കിടത്തി വിടാത്ത. ഒരു ഡിസംബർ ജനുവരിയൊക്കെ ആകുമ്പോൾ വരാണെങ്കിൽ അങ്ങോട്ട് പോയി കാണാൻ പറ്റുമെന്നാണ് വാച്ച്മാൻമാർ പറഞ്ഞത് കേട്ടോ. ഫ്രണ്ട്സ്, ഇതാണ് ചേഞ്ചിങ് റൂം. അപ്പോൾ നമ്മളിവിടുന്ന് ഡ്രസ്സ് ചേഞ്ച് ചെയ്ത് ഡ്രസ്സ് ചേഞ്ച് ചെയ്ത് ഞങ്ങൾ വെള്ളത്തിലിറങ്ങാൻ പോവാണ്. കാരണം ആദ്യം വന്ന് നമ്മൾ വെള്ളത്തിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ഫോട്ടോസൊന്നും എടുക്കാൻ പറ്റും. ഫോട്ടോസൊക്കെ എടുക്കാൻ താല്പര്യമുള്ളവർ ആദ്യം പോയി കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് ഫ്രഷ് ലുക്കിൽ നിന്ന് എടുത്ത് അതിന് ശേഷം വന്ന് എല്ലാവരും വന്ന് കുറച്ച് നടക്കണം അത്ര തിരിച്ച്, എന്നാലും വന്ന് ഡ്രസ്സൊക്കെ മാറിയിട്ട് നമുക്ക് വെള്ളത്തിലിറങ്ങുന്ന രീതിയിൽ പോവാം. അപ്പോൾ ഞങ്ങളൊക്കെ കോസ്റ്റ്യൂം മാറി, കോസ്റ്റ്യൂമൊക്കെ ചേഞ്ച് ചെയ്തു. ഇനി വെള്ളത്തിൽ ഇറങ്ങണം. ഹായ് ലേഡീസ്, ഹായ്. ബാണ്ടൊക്കെ ഇങ്ങോട്ടാ ഒന്ന് കാശി വരെ പോവാ. അതെ ഫ്രണ്ട്സ്, നടന്നു വന്ന ക്ഷീണത്തിൽ സൂസു ഇരിക്കുകയാണ്. ഷാരു ചാടാൻ വേണ്ടി വെള്ളത്തിലേക്ക് ചാടാനുള്ള റെഡിയാ. ഓരോരുത്തർ ഇറങ്ങിയൊക്കെ തുടങ്ങിയിട്ട് ആൾക്കാരൊക്കെ. അപ്പം നമുക്ക് ഇനി ഇറങ്ങാം. അവിടെ ഇറങ്ങാം. ഫ്രണ്ട്സ്, ദേ ഞങ്ങൾ ഇറങ്ങാൻ പോവാണ്. അപ്പോൾ ഇനി ഞങ്ങൾ കുറച്ച് നേരം കുളിച്ച് വെള്ളത്തിലൊക്കെ കളിച്ച് കഴിഞ്ഞിട്ടായിരിക്കും ഇനി വീഡിയോ എടുക്കാൻ ചാൻസ് ഉള്ളൂ. ഫോട്ടോ എടുക്കണം ഇവിടെ.
എന്നാരെടുത്തരും നിന്റെ ഫ്രണ്ട്സ് ഇവിടെ ഉണ്ട്. വെള്ളത്തിലോട്ട് താഴേക്കില്ല. എവിടത്തേക്കാ പോയി വെള്ളത്തിൽ പോയാ Susu, be careful. പേടി തന്നെ ഇരുന്നോളൂ ഞങ്ങള്. ഞാൻ പറഞ്ഞില്ലട്ടാ എനിക്ക് നീന്താൻ അറിയില്ല. ഞാൻ അല്ല എന്താണ് ധൈര്യശാലി ഫോഴ്സ് ഉണ്ട്. അതേ പറഞ്ഞ നല്ല ഫോഴ്സ് ഉണ്ട്. അതാണ് അവര് അപ്പുറത്തോട്ട് വിടാത്തത്. ഫ്രണ്ട്സ്, നമ്മൾ അപ്പുറത്തെ സൈഡിലോട്ട് പോകാൻ പറ്റാത്തതിന്റെ കാരണം തന്നെ നല്ല ഫോഴ്സിലുണ്ട് വെള്ളം. പക്ഷെ ഇവിടെയൊക്കെ കുളിക്കാൻ പറ്റുന്ന സ്ഥലമാണ്, കാരണം റിസ്ക് ഇല്ലാത്ത ഏരിയാസ് ആണ്. എന്താ അതുകൊണ്ട് നമുക്ക് ഇവിടെയെല്ലാം ഇറങ്ങാം, അവർ പറയുന്ന സ്ഥലത്ത് ഇറങ്ങാം. പക്ഷേ പ്രശ്നം നമുക്ക് അപ്പുറത്തെ സ്ഥലത്തോട്ട് പോകാൻ പറ്റത്തില്ല. നല്ല ഫോഴ്സിലെ വെള്ളം തന്നെ ഉണ്ട്. നമുക്ക് കാണുന്ന പോലെയല്ല, നല്ല പ്രഷറുണ്ട്. വെള്ളം തട്ടിക്കണമൊക്കെ നല്ല വെയിലുണ്ട്. പക്ഷെ വെള്ളത്തിൽ മുങ്ങിക്കിടക്കുമ്പോ നല്ലൊരു സുഖമാണ്. പിന്നെ ഞങ്ങള് അങ്ങോട്ട് കാണിച്ചടാ, എന്താ വെള്ളം ഇങ്ങനെ വരുന്ന സൈഡാ ഞങ്ങള് ഇരിക്കുന്നത്. കണ്ടാ നല്ല പ്രഷർ ഉണ്ട് കേട്ടോ വെള്ളത്തിന്. അവിടെ ഇരുന്ന് ഇവിടെ അതെ, അവിടെ നിന്ന് ഞങ്ങൾ നീന്തി ഇവിടെ എത്തിയതാണ്. വെള്ളം ഞങ്ങളെ നീക്കി ഇവിടെ എത്തിച്ചു. ഞാൻ വെള്ളത്തിന്റെ അടിയിലിരുന്ന് ഇത്തിരി നേരം തപസ് ചെയ്യാൻ പോലാണ് ഗൈസ്. എന്ത് തപസ് ചെയ്യണം? അന്ന് ഞങ്ങൾ മുങ്ങണ കാണിക്കണം. അപ്പൊ നിന്റെ ഫോണ് പിടിക്കാൻ എന്റെ കൈ വെള്ളം എടുക്കുള്ളൂ. എന്റെ ഫോണും ചീത്ത ഗൈസ്, എന്റെ ഫോൺ ചീത്തയാവോന്നറിയില്ല. അതുകൊണ്ട് ഞാൻ റെക്കോർഡാണോ ശരിക്കും? ആണല്ലേ, എനിക്കറിയാം. നിന്റെ തല പൊട്ടിക്കൊന്നും ഒരു കല്ലെടുത്തിട്ട് ഇത് ഇവിടെ ഗൈസ്, നമ്മൾ ഇറങ്ങുന്ന ഭാഗത്തൊക്കെ ചെറിയ ചെറിയ താഴ്ച ഉണ്ട്. അത് നമ്മുടെ കഴുത്തിൻ്റെ അത്രയുള്ള താഴ്ചയൊക്കെ ഉണ്ട്. അതുപോലെ ചില സ്ഥലത്ത് ചെറിയ ചെറിയ കുഴികളൊക്കെ ഉണ്ട്. എന്നാൽ വലിയ അപകടമില്ലാത്ത കുഴികളൊക്കെയാണ്. അതുകൊണ്ട് നമുക്ക് അവിടേക്ക് ഇറങ്ങാം. എന്നാലും നമ്മൾ ഇറങ്ങുമ്പോൾ ശ്രദ്ധിച്ച് വേണം ഇറങ്ങാൻ, പ്രത്യേകിച്ച് നമ്മുടെ കയ്യിൽ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ. നീ ഇതിലെ കൂടെ നേരത്തെയൊക്കെ പോയിട്ടുള്ളത് ഇങ്ങനെ പോവും? ഇതേപോലത്തെ തടി കൊണ്ടുള്ള അതൊരു തൽക്കാലം മാറ്റിയേക്കണായിരിക്കും. അപ്പൊ ഓ വെള്ളം ഗൈസ്. അപ്പോൾ ഇതേ കുറച്ച് നേരം വെള്ളത്തിലൊക്കെ സ്പെൻഡ് ചെയ്തു. ഇതേ ഞങ്ങൾ തിരിച്ച് കയറി കരയിലോട്ട്. അപ്പോൾ ഞങ്ങളിവിടെ 9 മണിക്ക് വന്നിട്ട് നമ്മളൊരു 12:30 മണി വരെ നമ്മളിവിടെ വെള്ളത്തിൽ കളിച്ചു. അപ്പോൾ ആൾക്കാരൊക്കെ വന്നു തുടങ്ങി, തിരക്ക് തുടങ്ങി. ഫ്രണ്ട്സ്, നമ്മുടെ പാനേരിപ്പോരിൻ്റെ അവിടെ തന്നെ, അതിനകത്ത് തന്നെയുള്ള പുരയോളം റെസ്റ്റോറൻറ്റ്, ഊണ്, ചായ, കാപ്പി, സ്നാക്സ്. നമ്മളിവിടെ കയറി ഊണ് കഴിക്കാമെന്ന് വിചാരിച്ചു. എൻ്റെ വീടിനോട് ചേർന്ന് തന്നെയാണ് കേട്ടോ അവർ ചെയ്യുന്നത്. ഇവിടെ എത്ര മണി വരെ ഉണ്ടാവും ചേച്ചി ഊണൊക്കെ? ഓ, വീടാ നിങ്ങളുടെ? ഇവിടെ കുറേ നാളായി അപ്പം ഇങ്ങനെ? ഇവിടെ ആന ഇറങ്ങുമോ അപ്പം? അപ്പൊ രാത്രി ആന വരുമ്പോ അങ്ങനെ ശല്യം അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? നിങ്ങൾക്ക് ബുദ്ധിമുട്ടൊന്നും? പറമ്പിൽ കയറി ഇങ്ങോട്ടൊക്കെ വരും? ഓ, എടി ഏതാ വേണ്ടത്?
ചേച്ചി ഒരു ഫിഷ് ഫ്രൈ എടുത്തോ, ഒരു ചിക്കൻ കറി എടുത്തോ, നമുക്ക് ഷെയർ ചെയ്യാം. ആ എടുത്തെടുത്തു, ഒരെണ്ണം വലുതെടുത്തു, ഉള്ളതിൽ വലുത്, ഉള്ളതിൽ വലുതെടുത്തോ. കുഴപ്പമില്ല, അതെന്താ എടുത്തു, കുറച്ചുകൂടെ എടുത്തോ. എങ്ങനെയുണ്ട്? സൂപ്പറാണ്. സാമ്പാർ ഇഷ്ടപ്പെട്ട? ചമ്മന്തി, എരിശ്ശേരി, എരിശ്ശേരി, ക്യാബേജ്, അച്ചാറ്, പപ്പടം, പിന്നെ സാമ്പാർ, പച്ചമോര്, വെണ്ടക്ക. ചേച്ചി ഒരിക്കലും ഒരു വെണ്ടക്ക കിട്ടി ചേച്ചി. എങ്ങനെയുണ്ട്? നല്ല കറി, നമ്മൾ വീട്ടിൽ കഴിക്കുന്ന അതേ രുചി, തട്ടിക്കൂട്ടൊന്നുമില്ല കേട്ടോ. എല്ലാം നല്ല കറിയാണ്. സാമ്പാറാണെങ്കിൽ അടിപൊളി സാമ്പാർ. സാധാരണ ഹോട്ടലിൽ നമുക്ക് കിട്ടുന്ന സാമ്പാറില്ല. ചിക്കൻ ഞാൻ കഴിച്ചില്ല. നീ കഴിച്ചായിരുന്നു ചിക്കൻ? നല്ല, ഇപ്പം പറയാം. എല്ലാം നല്ല ടേസ്റ്റുണ്ട്, അടിപൊളി കേട്ടോ. അപ്പോൾ ഫ്രണ്ട്സ്, പാണിയേലിപ്പോര് വരുമ്പോൾ നിങ്ങൾ ഉച്ച സമയത്ത് വന്നെങ്കിൽ തീർച്ചയായിട്ടും ഇവിടെ നിന്ന് കയറി ഫുഡ് കഴിക്കാം കേട്ടോ. ഈ വീട്ടിൽ തന്നെയാണ് ഇവർ ഉണ്ടാക്കണതല്ല, ഈ വീട്ടുകാർ തന്നെയാണ്. അടിപൊളി ഫുഡാണ്, ധൈര്യമായിട്ട് കഴിക്കാം. ഈ ഫുഡ് അന്വേഷിച്ച് വേറെ കടയിലൊന്നും പോകണമെന്നില്ല അല്ലേ? ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണെന്ന് പറഞ്ഞു. നല്ല നോർമൽ ബഡ്ജറ്റാണ്. ഇപ്പോൾ ഊണ് 70 രൂപയാണ്. വറുത്താണ്. നമ്മൾ പുറത്തുനിന്ന് കഴിക്കുന്ന നല്ല കറീനേക്കാളും നല്ല കറിയാണ്. അതുപോലെ തന്നെ ഫിഷ് ഫ്രൈ 70 അല്ലേ പറഞ്ഞാൽ 50. ഫിഷ് ഫ്രൈ 50, ചിക്കൻ കറി 80 രൂപ. ഇതാണ് ഇവിടുത്തെ റേറ്റ്സ്. എല്ലാം നല്ല റേറ്റാണ്. റേറ്റിനനുസരിച്ചും നല്ല കറിയുമാണ് കേട്ടോ. ഫ്രണ്ട്സ്, അപ്പോൾ ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി നേരെ നമ്മൾ എൻട്രി സ്ഥലമില്ല, അങ്ങോട്ട് നടന്നുകൊണ്ടിരിക്കുക. അപ്പോൾ കുറച്ച് നടക്കാനല്ലോ. അപ്പോൾ പോകുന്ന വഴിക്ക് നമ്മൾ അടുത്തൊരു ചായക്കട കണ്ടു. അപ്പോൾ അവിടെ ചൂടോടെ കടികൾ പൊരിക്കാനുണ്ട്. അപ്പോൾ അതൊന്ന് ജസ്റ്റ് ടേസ്റ്റ് ചെയ്യാൻ നോക്കി. പിന്നെ സൂസുവിന് ഒരു ചായ കുടിക്കണമെന്നുണ്ടെങ്കിൽ തലവേദന എടുത്തിട്ട്, അപ്പോൾ അതിനുവേണ്ടി ഞങ്ങൾ ഇവിടെ കയറിയിരിക്കുകയാണ്. ചൂട് പരിപ്പോടെയുണ്ട്, മുളക് ബജി, പഴംപൊരി. എത്ര വെച്ച് പഴംപൊരിയൊക്കെ കടിയൊക്കെ? പരിപ്പോട 12. ഓക്കെ, ഒരു പരിപ്പോട വരുമോ? ടേസ്റ്റ് നോക്കാം. എല്ലാവർക്കും കൂടെ ഒരെണ്ണെടുത്ത് ടേസ്റ്റ് ചെയ്യാൻ. ചൂട് പരിപ്പോട, ചൂട് പരിപ്പോട. അതെ, ഒരു പരിപ്പോട വരോടോ. ഇതിൽ നിന്ന് എടുത്തത്. നീ കൈ ഇട്ടിട്ട് അതിലേ ടിഷ്യൂ ഉണ്ടോടോ? പിടിച്ചു. ചൂട് പരിപ്പോട, പരിപ്പോട ചൂട് എനിക്കിഷ്ടം. ഇഷ്ടമാണ്. എങ്ങനെയുണ്ട്? ചൂടല്ലേ? ആൾക്കൂടെ ചായ. ഫ്രണ്ട്സ്, അപ്പോൾ ലാസ്റ്റ് ഡേ ചെറുകടിയൊക്കെ കഴിച്ച് ഞങ്ങൾ തിരിക്കുകയാണ് നമ്മളുടെ വണ്ടി വെച്ചേക്കുന്ന സ്ഥലത്തേക്ക്. ഫ്രണ്ട്സ്, ഞങ്ങൾ വന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ എറണാകുളത്ത് നിന്ന് എയർപോർട്ട് റൂട്ടാണ്. പക്ഷേ ആ റൂട്ട് അത്രയും നല്ലതല്ല, റോഡ് കൊള്ളൂല. എനിക്ക് പറയുന്നത് ഞാൻ തിരിച്ചു പോയത് ആലുവ റൂട്ടാണ്. അപ്പോൾ നിങ്ങളും ആലുവ റൂട്ട് വരുന്നതായിരിക്കും നല്ലത്. ഫ്രണ്ട്സ്, അപ്പോൾ ഇതേ പാണിയേലിപ്പോരൊക്കെ കഴിഞ്ഞു ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. ഇനി അടുത്തെവിടെയും പോകുമില്ല, നമുക്ക് പ്ലാൻഡ് അല്ല. പോവുകയാണെങ്കിൽ ഞാൻ അതിൻ്റെ എന്തെങ്കിലും കാണിക്കാനുള്ളത് ഉണ്ടെങ്കിൽ ഞാൻ ഉറപ്പായിട്ട് കാണിക്കും. അല്ലെങ്കിൽ ഞങ്ങൾ നേരെ വീട്ടിലോട്ടായിരിക്കും പോകുന്നത്. അടിപൊളി, ഇഷ്ടപ്പെട്ട? ഇവള് എത്രാമത്തെ പ്രാവശ്യം ഓടിയാണ്? 4ാമത്തെ പ്രാവശ്യം. ഇപ്പോഴത്തേക്കും കൂടെ കൂട്ടി 4ാമത്തെ പ്രാവശ്യം തന്നെ. ഞങ്ങൾക്ക് വേണ്ടിയാണ് പാവം ഒന്നും കൂടെ വന്നത്. അവൾ ഓൾറെഡി വന്നത്, ഞങ്ങൾ വരാത്തത് കൊണ്ടാണ് ഞാൻ റിക്വസ്റ്റ് ചെയ്തുകൊണ്ട് അവൾ പാവം ഈ പ്രാവശ്യം ഞങ്ങളുടെ ഒപ്പം വന്നത്. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തതുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.
ബൈ. സൂസു വഴിക്കിട്ട് സൂസു ടയേർഡായിട്ടോ ഫുള്ളു. എല്ലാവർക്കും വയ്യായിരുന്നു. എന്നാലും ഞങ്ങൾ ഒരുപാട് നാൾ പ്ലാൻ ചെയ്തൊരു ട്രിപ്പാണ്. പക്ഷേ മുടങ്ങി പോണേന്ന്. അപ്പോൾ എന്തായാലും ഒന്ന് പോവാന്നോർത്ത്. ലോങ് ഒന്നുമല്ല, നമ്മുടെ എറണാകുളത്ത് നിന്ന് അടുത്ത് നമുക്ക് പോയി വരാൻ പറ്റുന്ന ഒരു പ്ലേസ് സെലക്ട് ചെയ്ത് വന്ന് ഒന്ന് കുറച്ച് നേരം എൻജോയ് ചെയ്യുക, തിരിച്ച് വീട്ടിലേക്ക് പോവാം. കാരണം എല്ലാവരും ജോലി ചെയ്യുന്ന ആൾക്കാരായതുകൊണ്ട് നമുക്ക് ടൈം കിട്ടില്ല. അപ്പോൾ എല്ലാവരും ഹാപ്പിയായി. കുറച്ച് സമയമായാലും ഞങ്ങൾ ഇനി നേരെ പോവാണ്. അടുത്ത സ്പോട്ട് കിട്ടിയാൽ ഞങ്ങൾ കാണിക്കും, അല്ലെങ്കിൽ നേരെ വീട്ടിലേക്ക്. ബൈ ഫ്രണ്ട്സ്. ബൈ.